Good morning, students. We are going to discuss about the enzymes used in recombinant DNA technology. So this is the part of the steps in recombinant DNA technology. As a part of steps in recombinant DNA technology, we are going to study about the enzymes used in recombinant DNA technology. So the recombinant DNA technology produced recombinant DNA using a set of enzymes called recombinant enzymes. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റീകോമിനൻറ്റ് ഡി എൻ എ ടെക്നോളജിയിൽ യൂസ് ചെയ്യുന്ന എൻസൈംസിനെ കുറിച്ചാണ്. അപ്പോൾ സ്റ്റെപ്സ് ഇൻ റീകോമിനൻറ്റ് ഡി എൻ എ ടെക്നോളജി ചോദിച്ചു കഴിഞ്ഞാൽ ഇതും എഴുതണം. അപ്പോൾ ഫസ്റ്റ് യൂസ് ചെയ്യുന്ന എൻസൈമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എൻസൈംസ് ആണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. സോ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഈസ് ഓൾസോ നോൺ ആസ് മോളിക്കുലർ സിസേഴ്സ് ബിക്കോസ് they cut the DNA at a specific region. ഇപ്പോൾ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിൻ്റെ വേറൊരു പേരാണ് മോളിക്കുലർ സിസേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ സിസർ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കത്രിക എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഒരു സാധനം മുറിക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ കത്രിക യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മോളിക്കുലർ ബയോളജിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കത്രികയാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. അപ്പോൾ ഈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്തിനെയാണ് മുറിക്കുക? ഡി എൻ എനെയാണ് മുറിക്കുക. അപ്പോൾ ഒരു സ്പെസിഫിക് സീക്വൻസിൽ ഡി എൻ എനെ നമ്മൾ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് വെച്ച് മുറിക്കും. So, three types of restriction endonuclease is there. They are type 1, type 2 and type 3. The type 1 consists of 3 subunits and it has both endonuclease and methylase activity, whereas type 2 consists of 2 subunits, whereas type 3 has endonuclease and methylase activity and has separate 2 subunit complexes with 1 subunit in common. Where type 1 is ATP dependent, whereas type 2 depends upon magnesium, whereas type 3 depends upon ATP. The type 1 cut both strands at a non-specific location that is greater than 1000 base pair away from the recognition site, whereas type 2 recognize symmetric sequence in cleavage within the sequence, and as type 3 cleave one strand only 24 to 24/6 base pair away from the recognition site. It is less commonly abundant than type 2. Type 1 is less commonly abundant than type 2. Type 2 is most common. Type 3 is rare. Example for type 1 is ECO K1, ECO A1, CRF A1. Example for type 2 is ECO R1, BAM H1, HIN3. Example for type 3 is ECO P1, IN F3, ECO P151, etc. അപ്പോൾ റെസ്ട്രിക്ഷൻ എൻസൈംസ് 3 ടൈപ്പ് ഉണ്ട്. ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3. ടൈപ്പ് 1 റെസ്ട്രിക്ഷൻ എൻസൈമിന് 3 സബ് യൂണിറ്റ് ഉണ്ട്. ടൈപ്പ് 2 റെസ്ട്രിക്ഷൻ എൻസൈമിന് 2 സബ് യൂണിറ്റാണ് ഉള്ളൂ. ടൈപ്പ് 3 റെസ്ട്രിക്ഷൻ എൻസൈംസിന് എന്തുണ്ട്? 2 സബ് യൂണിറ്റ് ഉണ്ട്. അപ്പോൾ ടൈപ്പ് 1ൻ്റെ ആക്ടിവിറ്റിക്ക് ATP വേണം. ടൈപ്പ് 2ൻ്റെ ആക്ടിവിറ്റിക്ക് മെഗ്നീഷ്യമാണ് വേണ്ടത്. ടൈപ്പ് 3ൻ്റെ ആക്ടിവിറ്റിക്ക് ATP വേണം. പിന്നെ കട്ട് ചെയ്യുന്ന സൈറ്റിന് ഡിഫറൻസ് ഉണ്ട്. ടൈപ്പ് 1 കട്ട് ചെയ്യുന്നത് റെക്കഗ്നേഷൻ സൈറ്റിൽ നിന്ന് 1000 ബേസ് പെയർ അവയിലാണ്. അതായത് റെക്കഗ്നേഷൻ സൈറ്റ് തന്നെ പോയിട്ട് അപ്പാടം കട്ട് ചെയ്യല്ല ടൈപ്പ് 1 ചെയ്യുന്നത്. ടൈപ്പ് 1 റെസ്ട്രിക്ഷൻ എൻസൈം എന്താണ് ചെയ്യുന്നത്? റെസ്ട്രിക്ഷൻ സൈറ്റിൽ നിന്ന്, അതായത് റെക്കഗ്നേഷൻ സൈറ്റിൽ നിന്ന് 1000 ബേസ് പെയർ മാറിയാണ് ടൈപ്പ് 1 കട്ട് ചെയ്യുന്നത്. ടൈപ്പ് 2 ആണെങ്കിൽ റെക്കഗ്നേഷൻ സൈറ്റ് തന്നെയാണ് കട്ട് ചെയ്യുന്നത്. ടൈപ്പ് 3യും കുറച്ച് ഡിസ്റ്റൻസ്, അതായത് റെക്കഗ്നേഷൻ സൈറ്റിൽ നിന്ന് കുറച്ച് ബേസ് പെയർ കഴിഞ്ഞ് അല്ലെങ്കിൽ കുറച്ച് ഡിസ്റ്റൻസ് കഴിഞ്ഞിട്ടാണ് കട്ട് ചെയ്യുന്നത്. ടൈപ്പ് 1ഉം ടൈപ്പ് 3യും ലെസ് കോമൺ ആണ്, പക്ഷേ ടൈപ്പ് 2 ആണ് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത്. ടൈപ്പ് 1ൻ്റെ എക്സാമ്പിളാണ് ECO K1, ECO A1, CRF A1. ടൈപ്പ് 2ൻ്റെ എക്സാമ്പിളാണ് ECO R1, BAM H1, HIN3, etc. അപ്പോൾ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾസ്. ടൈപ്പ് 1 ടൈപ്പ് 2 അത് ECO R1, BAM H1, HIN3. അപ്പോൾ ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3 പഠിക്കണം. ടൈപ്പ് 1നും ടൈപ്പ് 3നും 2 യൂണിറ്റ്, ടൈപ്പ് 2ന് 3 യൂണിറ്റ്. ടൈപ്പ് 1 3 യൂണിറ്റ് ഉണ്ടാവും, 3 സബ് യൂണിറ്റ് ഉണ്ടാവും. ടൈപ്പ് 2ഉം ടൈപ്പ് 3ക്കും 2 സബ് യൂണിറ്റ് ആണുള്ളത്.
ടൈപ്പ് 1ഉം ടൈപ്പ് 3യും ATP ഡിപ്പെൻഡൻ്റ് ആണ്, പക്ഷേ ടൈപ്പ് 2 മെഗ്നീഷ്യം ഡിപ്പെൻഡൻ്റ് ആണ്. ടൈപ്പ് 1ഉം ടൈപ്പ് 3യും കട്ട് ചെയ്യുന്നത് റെക്കഗ്നേഷൻ സൈറ്റിൽ നിന്ന് കുറച്ച് മാറിയാണ്, പക്ഷേ റെക്കഗ്നേഷൻ സൈറ്റിൽ തന്നെ കട്ട് ചെയ്യുന്ന എൻസൈമാണ് ടൈപ്പ് 2. ടൈപ്പ് 2 ആണ് മോസ്റ്റ് കോമൺ. ടൈപ്പ് 1ഉം ടൈപ്പ് 3യും റെയർ ആണ്. ഇതിൻ്റെ എക്സാമ്പിൾസും പഠിക്കും. What is the next? We will study the mechanism of action of restriction endonuclease. Restriction endonuclease scan the length of DNA, binds to the DNA molecule at a specific recognition sequence, and makes one cut in each of the sugar phosphate backbone of the double helix by hydrolyzing the phosphodiester bond. ഈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് അറ്റാക്ക് ചെയ്യുന്നത് ഫോസ്ഫോഡയസ്റ്റർ ബോണ്ടിനെയാണ്. അത് ഷുഗറും ഫോസ്ഫേറ്റ് മോളിക്യൂൾസ് ഇടയിലുള്ള ഫോസ്ഫോഡയസ്റ്റർ ബോണ്ടിനെ പോയിട്ട് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ക്ലീവ് ചെയ്യും. അങ്ങനെയാണ് ഇത് DNA കട്ട് ചെയ്യുന്നത്. അപ്പോൾ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു DNA നമ്മൾ ഒരു DNA സൊല്യൂഷനിലേക്ക് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആ DNA മൊത്തമായിട്ട് സ്കാൻ ചെയ്യും. എന്നിട്ട് ഒരു കട്ട് ഉണ്ടാക്കും, അതായത് ഫോസ്ഫോഡയസ്റ്റർ ബോണ്ട് കട്ട് ചെയ്യും. അപ്പോൾ ഫോസ്ഫോഡയസ്റ്റർ ബോണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ DNA ബ്രേക്ക് ആയി പോകും. അപ്പോൾ DNAൻ്റെ ബാക്ക് ബോണാണ് ഫോസ്ഫോഡയസ്റ്റർ ബോണ്ട്. അപ്പോൾ ഈ DNAൻ്റെ ബാക്ക് ബോണായ ഫോസ്ഫോഡയസ്റ്റർ ബോണ്ട്, അതായത് ഷുഗറിന് ഫോസ്ഫേറ്റിൻ്റെ ഇടയിലുള്ള ഫോസ്ഫോഡയസ്റ്റർ ബോണ്ടിനെയാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ക്ലീവ് ചെയ്യുന്നത്. There are two types of restriction endonuclease based on the cut they make. The two types of cuts made by restriction endonuclease are blend end and sticky end. So blend ends are produced when restriction endonuclease make a simple double strand cut in the middle of the recognition sequence. Example is ECO R5, PVU2 and LU1, whereas there is also another type of കട്ടിങ് ബൈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് നോൺ ആസ് സ്റ്റിക്കി എൻഡ്സ്. അപ്പോൾ രണ്ട് ടൈപ്പിലുള്ള കട്ട്സ് ആണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് പ്രൊഡ്യൂസ് ചെയ്യുക. ഒന്ന് ബ്ലെൻഡ് എൻഡ്, രണ്ടാമത്തേത് സ്റ്റിക്കി എൻഡ്. അപ്പോൾ ബ്ലെൻഡ് എൻഡ് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വെച്ചാൽ റെക്കഗ്നേഷൻ സൈറ്റ് ഈ ന്യൂക്ലിയോടൈഡ് സീക്വൻസിന് നടുക്കായിരിക്കും ഉണ്ടാകുക. അപ്പോൾ ആ നടുക്ക് വെച്ചിട്ട് എന്ത് ചെയ്യും, ഡയറക്റ്റായിട്ട് കട്ട് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ റെക്കഗ്നേഷൻ സീക്വൻസ് എവിടെയാണ് ഉണ്ടാകുക, ആ ന്യൂക്ലിയോടൈഡ് സീക്വൻസിൻ്റെ നടുക്കാണ് റെക്കഗ്നേഷൻ സീക്വൻസ് ഉണ്ടാകുക. അപ്പോൾ ആ ന്യൂക്ലിയോടൈഡ് സീക്വൻസിൻ്റെ നടുക്ക് വെച്ച് കട്ട് ചെയ്തിട്ട് എന്തുണ്ടാക്കും, ബ്ലെൻഡ് എൻഡ്സ് ഉണ്ടാക്കും. ബ്ലെൻഡ് എൻഡ്സ് എന്ന് വെച്ചാൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ള എൻഡ്സ് ആണ് ബ്ലെൻഡ് എൻഡ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഫിഗർ നോക്കുക, ECO R5ൻ്റെ ബ്ലെൻഡ് എൻഡ് കട്ടിംഗ് ആണ് കാണിക്കുന്നത്. ഇപ്പോൾ ഒരു 5' to 3' സ്ട്രാൻഡും ഉണ്ട്, പിന്നെ ഒരു 3' to 5' സ്റ്റാൻഡും ഉണ്ട്. അപ്പോൾ അതിലുള്ള സീക്വൻസ് ആണ് GATATC. അതിൻ്റെ പാരനമിക് സീക്വൻസ്, അതായത് അത് തിരിച്ചിട്ട സീക്വൻസ് ആണ് CTATAG. അതായത് GATATCക്ക് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള സീക്വൻസ് ആണ് CTATAG. അതായത് G-നോട് എല്ലാപ്പം ബൈൻഡ് ചെയ്തായിരിക്കും C ആയിരിക്കും. അതായത് ഗുവാനിനോട് ബൈൻഡ് ചെയ്യുക സൈറ്റോസിനല്ലേ, അഡിനിനോട് ബൈൻഡ് ചെയ്യുക തൈമിനാണ്, തൈമിനോട് ബൈൻഡ് ചെയ്യുക അഡിനിനാണ്, അഡിനോട് ബൈൻഡ് ചെയ്യുന്ന തൈമിനാണ്, തൈമിനോട് ബൈൻഡ് ചെയ്യുന്ന അഡിനാണ്, സൈറ്റോസിനോട് ബൈൻഡ് ചെയ്യുന്നത് ഗൈനിനാണ്. അപ്പോൾ TA അല്ലെങ്കിൽ ATൻ്റെ ഇടയിലാണ് കട്ട് ചെയ്യുന്നത്. അതായത് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ECO R5ൻ്റെ റെക്കഗ്നേഷൻ സൈറ്റ് എന്ന് പറയുന്നത് TAൻ്റെയും അല്ലെങ്കിൽ ATൻ്റെ നടുക്കാണ്. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ അത് രണ്ട് ബ്ലെൻഡ് എൻഡ് DNA പ്രൊഡ്യൂസ് ചെയ്യും. അതായത് സ്ട്രെയിറ്റ് എൻഡ്സ് ഉള്ള രണ്ട് ബ്ലെൻഡ് എൻഡ് DNA പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ബ്ലെൻഡ് എൻഡ് DNA പ്രൊഡ്യൂസ് ചെയ്യപ്പോഴാണ്, അതായത് റെക്കഗ്നേഷൻ സൈറ്റ് ന്യൂക്ലിയോടൈഡ് സീക്വൻസിൻ്റെ നടുക്കാകുമ്പോഴാണ് ബ്ലെൻഡ് എൻഡ് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് എൻഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുക. അതിൻ്റെ എക്സാമ്പിളായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ECO R5ൻ്റെ റെക്കഗ്നേഷൻ സൈറ്റ് AT അല്ലെങ്കിൽ TAൻ്റെ നടുക്കാണ്. അപ്പോൾ ഒരു രണ്ട് ബ്ലെൻഡ് എൻഡ് DNA കിട്ടും. ഇനി സ്റ്റിക്കി എൻഡ്സ്. സം റെസ്ട്രിക്ഷൻ endonuclease cut DNA strands not exactly at the same position. Instead, the cleavage is staggered usually by 2 or 4 nucleotides. So the resulting DNA fragment have
short single strand overhangs at each ends. These are called sticky or cohesive ends, and the base bearing between the can stick back the DNA molecule together. So in the case of EcoR1 GAATTC, the EcoR1 cut between G and A, so it will produce sticky ends. അപ്പോൾ രണ്ടാമത്തെ ടൈപ്പ് ഓഫ് കട്ടിംഗ് ആണ് സ്റ്റിക്കി എൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കട്ടിങ്. അപ്പോൾ ഒരു പ്രത്യേക സ്ഥലത്താണ് കട്ട് ചെയ്യുന്നതെങ്കിൽ ഒരു സ്റ്റിക്കി എൻഡ്സ് അല്ലെങ്കിൽ ഒരു കത്രിക പൂട്ട് പോലത്തെ എൻഡ്സ് ഉണ്ടാവും. ആ എൻഡ്സിന് പറയുന്ന പേരാണ് സ്റ്റിക്കി എൻഡ്സ് അല്ലെങ്കിൽ കോഹസീവ് എൻഡ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ EcoR1 കേസിലാണെങ്കിൽ EcoR1 റെക്കഗ്നേഷൻ സൈറ്റ് GAൻ്റെ ഇടയിലാണ്, അല്ലെങ്കിൽ AGൻ്റെ നടുക്കാണ്. അപ്പോൾ ആദ്യത്തെ സ്ട്രാൻഡിൽ GAയിൽ കട്ട് ചെയ്യും, രണ്ടാമത്തെ സ്ട്രാൻഡിൽ AG കട്ട് ചെയ്യും. അപ്പോൾ എന്ത് കിട്ടും? രണ്ട് സ്റ്റിക്കി എൻഡ്സ് കിട്ടും. Next enzyme is ligase. Ligase are enzymes that are also known as molecular glues. So their function is to join the nucleic acid molecules together. They can join both DNA and RNA, that is DNA ligase and RNA ligase. The DNA ligase catalyzes the formation of a phosphodiester bond between the 5' phosphate of one strand and a 3' hydroxyl group of another. DNA ligases are magnesium dependent enzymes. That is, the DNA ligase are involved in the formation of phosphodiester bond with the help of magnesium. The most widely used DNA ligase is derived from bacteriophage T4. The biological function of DNA ligase is in the repair single stranded breaks or NIC. So the function of the DNA ligase is for the joining of nucleic acid molecules together or for joining DNA molecules. The ligase works by forming a phosphodiester bond, and its activity is dependent upon the presence of magnesium. And in biological, in the cell, it performs the role of DNA repair or NIC sealing. അപ്പോൾ രണ്ടാമത്തെ എൻസൈമാണ് ലിഗേസസ് എന്ന് പറയുന്നത്. അപ്പോൾ ലിഗേസസിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ലിഗേസസ് അറിയപ്പെടുന്നത് മോളിക്കുലാർ ഗ്ലൂ എന്നാണ്. അതായത് ഒരു പശ പോലെയാണ് ആക്ട് ചെയ്യുന്നത് ലിഗേസ്. അതായത് ന്യൂക്ലിക് ആസിഡ്സ് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ന്യൂക്ലിക് ആസിഡ്സ് ഒരുമിച്ച് ഒട്ടിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ് ലിഗേസസ് എന്ന് പറയുന്നത്. അപ്പം DNA എന്തെങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് ലിഗേസ്? അതായത് DNA ഫോസ്ഫോഡൈസ്റ്റർ ബോണ്ട് ഫോം ചെയ്യുകയാണ് ലിഗേസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സിംഗിൾ ഫോസ്ഫോഡൈസ്റ്റർ ബോണ്ട് ഫോം ചെയ്യും ലിഗേസ്. അങ്ങനെ അത് ഗ്യാപ്പ് സീൽ ചെയ്യും അല്ലെങ്കിൽ നിക്ക് സീൽ ചെയ്യും. അപ്പോൾ ഒരു സിംഗിൾ ഫോസ്ഫോഡൈസ്റ്റർ ബോണ്ട് ഫോം ചെയ്യുന്ന എൻസൈമാണ് ലിഗേസ്. എന്നിട്ട് അത് ഗ്യാപ്പ് അല്ലെങ്കിൽ നിക്ക് സീൽ ചെയ്യും. ഇതിൻ്റെ ആക്ടിവിറ്റി മെഗ്നീഷ്യത്തിനോട് ഡിപ്പെൻഡഡ് ആണ്. ഇതിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് വെച്ചാൽ DNA റിപ്പയറിൽ ഇമ്പോർട്ടൻറ്റ് റോള് പ്ലേ ചെയ്യുന്ന എൻസൈമാണ് ലിഗേസ്. പിന്നെ നിക്ക് അല്ലെങ്കിൽ ഒരു സിംഗിൾ ഫോസ്ഫോഡൈസ്റ്റർ ബോണ്ടിൻ്റെ കുറവ് തീർക്കുന്നത് ലിഗേസ് വെച്ചിട്ടാണ്. അപ്പോൾ ലിഗേസിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഫോസ്ഫോഡൈസ്റ്റർ ബോണ്ട് ഫോം ചെയ്യുകയാണ് ലിഗേസിൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ ഫോസ്ഫോഡൈസ്റ്റർ ബോണ്ട് ഫോം ചെയ്തിട്ട് അത് ഗ്യാപ്പ് അല്ലെങ്കിൽ നിക്ക് സീൽ ചെയ്യുന്നു. Next enzyme is methylases or methyl transferase. Is found in bacteria and mammals. Usually the organisms that restriction enzymes also synthesize DNA methyl transferase that protect their own DNA from cleavage. The function of the methylase is to protect their own DNA from cleavage, and these enzymes recognize the same DNA sequence as the restriction enzyme they accompany. So usually methylation take place in adenine and cytosine bases, and thereby modifying the adenine and cytosine bases and preventing the cutting or DNA restriction. So methylases, as the name indicates, they transfer methyl groups into the nucleotide bases. So what is the function of methylases? The cells produces methylases or methyl transferase in order to protect their own DNA from the restriction enzymes. So the methylation usually take place in the guanine and cytosine bases, and once the DNA is methylated, it cannot be
broken by or it cannot be destructed by a restriction enzyme. അപ്പോൾ അടുത്ത എൻസൈമാണ് മീത്തൈലേസസ്. മീത്തൈലേസസിൻ്റെ വേറെ പേരാണ് മീത്തൈൽ ട്രാൻസ്ഫറേസ് എന്ന് പറയും. അപ്പോൾ മീത്തൈൽ ട്രാൻസ്ഫറേസിൻ്റെ ഫംഗ്ഷൻ എന്താ? മീത്തൈൽ ഗ്രൂപ്പ് ഡി എൻ എയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ മീത്തൈൽ ഗ്രൂപ്പ് ഡി എൻ എയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻസൈമാണ് മീത്തൈൽ ട്രാൻസ്ഫറേസസ് അല്ലെങ്കിൽ മീത്തൈലേസസ് എന്ന് പറയുന്നത്. അപ്പോൾ മെയിൻലി ഈ മീത്തൈൽ ഗ്രൂപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നത് അഡിനിൻ അല്ലെങ്കിൽ ഗോനിനിലേക്കാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഫങ്ഷൻ? അതായത് നമ്മുടെ സ്വന്തം ഡി എൻ എയിലേക്ക് മീത്തൈൽ ഗ്രൂപ്പ് ആഡ് ചെയ്യും. അപ്പോൾ സെൽ എന്ത് ചെയ്യുന്നത് വെച്ചാൽ സെല്ലിൻ്റെ സ്വന്തം ഡി എൻ എനെ മീത്തൈൽ ഗ്രൂപ്പ് ആഡ് ചെയ്ത് നിർത്തും. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല? റെസ്ട്രിക്ഷൻ എൻസൈംസിന് സെല്ലിൻ്റെ സ്വന്തം ഡി എൻ എനെ നശിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ സെല്ലിൻ്റെ സ്വന്തം ഡി എൻ എനെ റെസ്ട്രിക്ഷൻ എൻസൈംസിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ് മീത്തൈലേസസ്. അപ്പോൾ സെല്ലിൻ്റെ സ്വന്തം ഡി എൻ എയിലേക്ക് മീത്തൈൽ ഗ്രൂപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റെസ്ട്രിക്ഷൻ എൻസൈം വെച്ചിട്ടുള്ള ഡിസ്ട്രക്ഷൻ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അതായത് സെല്ലിൻ്റെ സ്വന്തം ഡി എൻ എനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് മീത്തൈൽ ഗ്രൂപ്പ് ആഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ മീത്തൈലേസസിൻ്റെ ആക്ടിവിറ്റി വഴിയാണ്. നെക്സ്റ്റ് ഇസ് ദ ടോപ്പോ ഐസോമറേസ്. They regulate the overwinding or underwinding of DNA. They are found in all types of cells. They made incisions in DNA backbone. They are classified into two types, type 1 and type 2 type Topo Isomerase. Type 1 makes nicks in one strand and passes the intact strand through the nick and reseals the gap, whereas type 2 make double strand break and create a gate through which a second segment of helix is passed. So the next enzyme used in recombinant DNA technology is Topo Isomerase. The Topo Isomerase is used for unwinding of DNA. There are two types of Topo Isomerase, type 1 and type 2. Type 1 makes a nick in single strand and passes the intact strand through the nick and reseals the gap, whereas type 2 make a double strand break and make a way through which a second segment of helix is passed. അപ്പോൾ അടുത്ത എൻസൈമാണ്, അത് റീകോമ്പിനന്റ് ഡി എൻ എ ടെക്നോളജിയിൽ യൂസ് ചെയ്യുന്ന നെക്സ്റ്റ് എൻസൈമാണ് ടോപ്പോ ഐസോമറേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടോപ്പോ ഐസോമറേസിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഡി എൻ എനെ അൺവൈൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ഡബിൾ സ്റ്റാൻഡേർഡ് ഫോമിൽ ഉള്ള ഡി എൻ എനെ അൺവൈൻഡ് ചെയ്യലാണ് ടോപ്പോ ഐസോമറേസിൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ രണ്ട് ടൈപ്പ് ടോപ്പോ ഐസോമറേസ് ഉണ്ട്, ടൈപ്പ് 1ഉം ടൈപ്പ് 2ഉം. അപ്പോൾ ടൈപ്പ് 1ൻ്റെ ഫംഗ്ഷൻ എന്താ നോക്കുക, ആദ്യത്തെ ഫിഗർ നോക്കുക. അപ്പോൾ ടൈപ്പ് 1 എന്ത് ചെയ്യും? ഡബിൾ ഹെലിക്കൽ ഡി എൻ എയിൽ അതായത് ഡബിൾ സ്റ്റാൻഡേർഡ് ഡി എൻ എൻ്റെ ഒരു സ്ട്രാൻഡിൽ ഒരു നിക്ക് ഉണ്ടാക്കും അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ഉണ്ടാക്കും, എന്നിട്ട് അതിലൂടെ സ്ട്രാൻഡ് പാസ് ചെയ്യും. അതാണ് ടൈപ്പ് 1ൻ്റെ ഫംഗ്ഷൻ. അതായത് വൺ സ്ട്രാൻഡിൽ നിക്ക് ഉണ്ടാക്കിയിട്ട് അതിലൂടെ സ്ട്രാൻഡ് പാസ് ചെയ്യും, അതാണ് ടൈപ്പ് 1. ടൈപ്പ് 2 എന്ത് ചെയ്യും? രണ്ട് സ്ട്രാൻഡും ബ്രേക്ക് ചെയ്യും. അതായത് ഡബിൾ സ്റ്റാൻഡേർഡ് ഡി എൻ എന്നെ രണ്ട് സ്ട്രാൻഡും ബ്രേക്ക് ചെയ്തിട്ട് ഒരു ഗ്യാപ്പ് ഉണ്ടാക്കും, അതിലൂടെ ഹെലിക്സ് പാസ് ചെയ്യും, അതാണ് ടൈപ്പ് 2 ടോപ്പോ ഐസോമറേസ്. അപ്പോൾ രണ്ട് ടൈപ്പ് ടോപ്പോ ഐസോമറേസ് ഉണ്ട്. ഇപ്പോൾ ടോപ്പോ ഐസോമറേസിൻ്റെ ഫംഗ്ഷൻ ഡി എൻ എനെ അൺവൈൻഡ് ചെയ്യലാണ്. അപ്പോൾ ടൈപ്പ് 1 ആണെങ്കിൽ ഡബിൾ സ്റ്റാൻഡേർഡ് ഡി എൻ എൻ്റെ ഒരു സ്ട്രാൻഡിൽ മാത്രമേ നിക്ക് ഉണ്ടാക്കൂ, അതിലൂടെ എന്ത് ചെയ്യും? മറ്റേ സ്ട്രാൻഡിനെ പാസ് ചെയ്യും. പക്ഷേ ടൈപ്പ് 2 ആണെങ്കിൽ രണ്ട് സ്ട്രാൻഡിലും നിക്ക് ഉണ്ടാക്കിയിട്ട് ഒരു ഗ്യാപ്പ് ഉണ്ടാക്കും, ആ ഗ്യാപ്പിലൂടെ ഹെലിക്സിനെ ട്രാൻസ്ഫർ ചെയ്യും. നെക്സ്റ്റ് എൻസൈം ഇസ് DNA gyrase. It is a type of Topo Isomerase, also known as type 2 Topo Isomerase. It relieves the coiling tension while unwinding the DNA. അപ്പോൾ ഡി എൻ എ അൺവൈൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സ്ട്രെയിൻ അല്ലെങ്കിൽ കോയിലിംഗ് ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എൻസൈമാണ് DNA gyrase അല്ലെങ്കിൽ ടൈപ്പ് 2 ടോപ്പോ ഐസോമറേസ് എന്ന് പറയുന്നത്. ഇത് ഓൾറെഡി നിങ്ങൾ മോളിക്കുലർ ബയോളജി പഠിച്ചതാണ്. അപ്പോൾ DNA gyrase അല്ലെങ്കിൽ ടൈപ്പ് 2 ടോപ്പോ ഐസോമറേസിൻ്റെ ഫംഗ്ഷൻ എന്താ? കോയിലിംഗ് ടെൻഷൻ കുറയ്ക്കുക. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് എൻസൈം ഇൻ റീകോമ്പിനന്റ് DNA technology is alkaline phosphatase. Alkaline phosphatase, as the name indicates, works during alkaline pH environment and its function is to perform dephosphorylation, and it is a phosphatase enzyme that uses water to cleave a phosphoric acid into phosphate ion and an alcohol. Its function is to remove phosphate
groups from nucleic acids, proteins and alkaloids, and it helps in preventing self-coiling. അപ്പോൾ ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ് ആണ് അടുത്ത എൻസൈം. പേര് പറയുന്ന പോലെ തന്നെ ആൽക്കലൈൻ പി എച്ചിലായിരിക്കും ഇത് കൂടുതലായിട്ട് ആക്ട് ചെയ്യുക. അപ്പോൾ ഈ ആൽക്കലൈൻ ഫോസ്ഫേറ്റേസിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഡീഫോസ്ഫോറിലേഷൻ, അതായത് ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ റിമൂവ് ചെയ്യാം. അപ്പോൾ ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ ന്യൂക്ലിയോടൈഡ്സ് നിന്നും അല്ലെങ്കിൽ DNA എന്നും പിന്നെ പ്ലാസ്മിഡ്സ് നിന്നും ഒക്കെ പ്രോട്ടീൻസ് നിന്നും ഒക്കെ റിമൂവ് ചെയ്യലാണ് ആൽക്കലൈൻ ഫോസ്ഫേറ്റേസിൻ്റെ ഫംഗ്ഷൻ. ഇത് സെൽഫ് കോയിലിംഗ് പ്രിവെൻറ്റ് ചെയ്യും. അതായത് അൺവൈൻഡ് ചെയ്ത DNA എന്ന് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് റിമൂവ് ചെയ്യും ആര്? ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ്. അപ്പോൾ ഇത് പിന്നെയും DNA പിന്നെയും ജോയിൻ ചെയ്ത് റീവൈൻഡ് ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്യുന്ന എൻസൈമാണ് ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ് എന്ന് പറയുന്നത്. അപ്പോൾ സെൽഫ് ബൈൻഡിങ് അല്ലെങ്കിൽ സെൽഫ് കോയിലിംഗ് പ്രിവെൻറ്റ് ചെയ്യുന്ന എൻസൈമാണ് ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ്. അതായത് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ DNAക്ക് പിന്നെയും എന്ത് ചെയ്യാൻ പറ്റില്ല, പിന്നെയും വൈൻഡ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ പിന്നെയും പ്ലാസ്മിഡിന് പിന്നെയും ജോയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു ഫംഗ്ഷൻ പെർഫോം ചെയ്യുന്ന എൻസൈമാണ് ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ്. ഇതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് റിമൂവ് ചെയ്യുക, ന്യൂക്ലിയോടൈഡ്സിൽ നിന്നും പ്രോട്ടീൻസിൽ നിന്നൊക്കെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് റിമൂവ് ചെയ്യുക. അതുവഴി അതിൻ്റെ കോയിലിങ്ങും അല്ലെങ്കിൽ സെൽഫ് ലിഗേഷനൊക്കെ പ്രിവെൻറ്റ് ചെയ്യുക. അതായത് നമ്മളിപ്പോൾ ഒരു റെസ്ട്രിക്ഷൻ എൻസൈം വെച്ചിട്ട് ഒരു DNA കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 എൻഡ്സ് ഉണ്ടാവില്ലേ, ആ 2 എൻഡ്സിലുള്ള ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ നമ്മൾ ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ് വെച്ച് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ 2 എൻഡ്സും പിന്നെ എന്ത് ചെയ്യൂല, സ്വന്തമായിട്ട് ജോയിൻ ചെയ്യൂല. അപ്പോൾ 2 കട്ട് ചെയ്ത് നമ്മൾ ഉണ്ടാക്കിയ 2 എൻഡ്സ് പിന്നെയും ജോയിൻ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആൽക്കലൈൻ ഫോസ്ഫേറ്റ് ഉപയോഗിച്ച് ആ 2 എൻഡ്സിലുള്ള ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് അങ്ങ് റിമൂവ് ചെയ്യും. അപ്പോൾ അതാണ് ആൽക്കലൈൻ ഫോസ്ഫേറ്റേസിൻ്റെ ഫംഗ്ഷൻ. നെക്സ്റ്റ് ഇസ് ദി റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ്. റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് നിങ്ങൾക്ക് അറിയുന്നതാണ്. ഇറ്റ് കൺവേർട്സ് RNA ഇൻറ്റു DNA. ഇപ്പോൾ RNAനെ DNA ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ RNAനെ cDNA ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന എൻസൈമാണ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ്. അപ്പോൾ ഇതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ ജീൻ ട്രാൻസ്ക്രിപ്റ്റ്, അതായത് cDNA സീക്വൻസിങ്ങിലും പിന്നെ കോപ്പി നമ്പറും ഒക്കെ ക്യാരക്ടറൈസ് ചെയ്യുന്നതിനൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ജീൻ എക്സ്പ്രഷൻ പഠിക്കാനൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ cDNA ലൈബ്രറി നിങ്ങൾ 50 യൂണിറ്റ് പഠിക്കും. അപ്പോൾ RNAന്ന് cDNA ഉണ്ടാക്കുന്ന എൻസൈമാണ് അല്ലെങ്കിൽ കോംപ്ലിമെൻ്ററി DNA ഉണ്ടാക്കുന്ന എൻസൈമാണ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ റോൾ എന്താണെന്ന് വെച്ചാൽ പിന്നെ സീക്വൻസിങ്, അതായത് cDNA വെച്ചിട്ട് സീക്വൻസിങ് നടത്താം, ക്ലോണിങ്, പിന്നെ കോപ്പി നമ്പർ എസ്റ്റിമേറ്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് റീകോംബിനൻ്റ് DNA ടെക്നോളജിയിൽ യൂസ് ചെയ്യുന്ന എൻസൈം. ഇത് നമ്മൾ സ്റ്റെപ്സ് ഇൻ റീകോംബിനൻ്റ് DNA ടെക്നോളജീൻ്റെ പാർട്ടായിട്ട് ഇത് എഴുതണം. അപ്പോൾ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസിൻ്റെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ RNAന്ന് DNA അല്ലെങ്കിൽ cDNA ഉണ്ടാക്കുക. ഈ cDNA വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് cDNA ലൈബ്രറി കൺസ്ട്രക്ഷനും പിന്നെ സീക്വൻസിങ്ങിനും ക്ലോണിങ്ങിനും കോപ്പി നമ്പർ എസ്റ്റിമേറ്റ് ചെയ്യാനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എൻസൈംസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഒന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആണ്. പിന്നെ ലിഗേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ് ഇമ്പോർട്ടൻ്റ് ആണ്, പലതവണ ചോദിച്ചിട്ടുണ്ട് ലിഗേസും റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആണ് പലതവണ ചോദിച്ചത്. പിന്നെ ആൽക്കലൈൻ ഫോസ്ഫേറ്റേസും പിന്നെ ലിഗേസും കുറേ തവണ ചോദിച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ എന്തായാലും പഠിക്കുക, ചോദിക്കുന്നതായിരിക്കും.